മലബാറിലെ പ്രധാന കാർഷിക വിനോദമാണ് കാളപൂട്ട്, പോത്തുപൂട്ട്. ഈ രണ്ട് വിനോദങ്ങളിലും മലബാറുകാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിയാണ് എന്നോടൊപ്പമുള്ളത്. വളാഞ്ചേരി ഇരുമ്പിളിയം മങ്കേരി സ്വദേശി മാനുപ്പ ഈ കാളപ്പൂട്ട് കണ്ടത്തിലെ പ്രധാന പൂട്ടുകാരനാണ്. മാനുപ്പയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. സ്വാഗതം. മാനുപ്പക്ക, എന്ന് മുതലാണ് ഈ പൂട്ടുരംഗത്തേക്ക് വരുന്നത്? ആരാണ് നിങ്ങളെ ഗുരു? ഞാന് നമ്മളെ വീട്ടിൽ തന്നെ കന്നുണ്ടായിരുന്നാണ്. അങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഇവിടെ ഇങ്ങനെ പൂട്ടിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് കെല്ലാക്കുന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കുന്നത്. അരിയേട്ടൻ്റെ കന്നൊക്കെ ആയിരുന്നു പൂട്ടിഞ്ഞത്. അങ്ങനെയാണ് അരിയേട്ടൻ്റെ അവിടുന്ന് അങ്ങനെ പൂട്ടൽ തുടങ്ങി. ആദ്യം KV മുഹമ്മദ് ഹാജിർ അവിടെ ആയിരുന്നു പണിയെടുത്തിരുന്നത്. പിന്നെയാണ് അരിയേട്ടൻ്റെ അവിടേക്ക് വന്നു. അരിയേട്ടൻ്റെ അവിടുന്ന് കെല്ലൻ്റെ അവിടേക്ക് പോയി. അങ്ങനെ പൂട്ടൽ തുടങ്ങിയതാണ്. 28 വർഷമായി ഇതിലേക്ക് ഇറങ്ങിയിട്ട്. പിന്നെ അന്ന് മുതലേ ഈ ഫീൽഡിൽ തന്നെയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 28 വർഷമായി ഇറങ്ങിയിട്ട് കാരണം നിങ്ങൾക്ക് ഈ കാളപൂട്ട് കണ്ടങ്ങളിൽ 28 വർഷത്തിലിടക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ചെല്ലുന്നു? പരിക്കുകളാണ് അതിൽ മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ. പിന്നെ കൂടുതലും നമ്മൾ ഒന്നാം ട്രോഫികൾ കിട്ടിയതാണ്. ഒന്നാം ട്രോഫി കിട്ടിയ എന്തിനും ഏറ്റവും നല്ല പൂട്ടിക്കാരന് കിട്ടിയ ട്രോഫികളാണിത്. ഏകദേശം എത്ര പൂട്ടുകൾ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും എണ്ണങ്ങളുണ്ടോ? പൂട്ടോ? ഒരു മാസത്തിൽ 4 പൂട്ടുണ്ടോ? ഒരു മാസത്തിൽ 4 പൂട്ടുണ്ടോ? അല്ല, ഇപ്പം മൊത്തം എത്ര 28 വർഷത്തിലടക്കം എത്ര പൂട്ടുണ്ടെന്ന് എണ്ണ ഉണ്ടാവില്ല. എത്ര കണ്ടം ജയിച്ചു എന്ന് ചോദിച്ചാൽ അതും കൂടി നമുക്ക് അറിയില്ലല്ലേ? അത്രത്തോളം ട്രോഫികൾ എടുത്തേക്കണ്. ഒരു മികച്ച പൂട്ടുകാരനാവാൻ ആൾക്ക് ശാരീരിക ക്ഷമത എത്രത്തോളം പ്രധാനമാണ്? അത് നമ്മൾ ഫുഡും കാര്യങ്ങളും, പിന്നെ നമ്മളിപ്പോൾ ഒരു പന്ത് കളിയാണെന്നുണ്ടെങ്കിലും ആ കളിനെ ഇതിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് അത് കൂടുതൽ കാലം നീണ്ടു നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഞാനൊക്കെ നിർത്തണം എന്ന് വിചാരിച്ചാണ്. മറ്റുള്ള ആൾക്കാർ സമ്മതിക്കായിട്ടാണ് നിർത്താതെ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ കാളകളായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് മത്സരം? കാളകളായിട്ട് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കണ മാതിരി തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ വിൽക്കുമല്ലോ. റണ്ണിങ്ങും പിന്നെ ഓടിക്കുന്ന അതിൻ്റെ ഒരു ഇതുമാണ്. ഇപ്പോൾ അതേമാതിരി തന്നെ കന്ന് ഫോം കുറഞ്ഞു കഴിഞ്ഞാൽ കന്നിനെ നമ്മൾ ഒഴിവാക്കും. ഒരു ജോഡി കാളകളെ മെരുക്കിപ്പോൾ ഒരു പൂട്ടിനൊക്കെ അനുസരിച്ച് മെരുക്കിയെടുക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? അത് ആ സാധനം നമ്മൾ ട്രയൽ അടിച്ചു നോക്കിയിട്ട് നന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തും, മുതലാളിമാർ നിർത്തും. പിന്നെ അത് കാളകൾ നല്ല ഫോം ആകുമ്പോഴേ നമ്മളെടുക്കുന്ന പണികളും നന്നാവുള്ളൂ. ഇപ്പോൾ പൂട്ടുന്ന സമയത്ത് കാളകളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? തന്ത്രങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നല്ലൊരു വണ്ടിയാണ്, ഇപ്പോൾ ഒരു കയറ്റം മുട്ടുകയാണെങ്കിൽ നമ്മൾ ഗിയറ് മാറ്റണു, വണ്ടി വലിക്കണു, അതൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് അതിമൊന്നുമില്ല. പിന്നെ ചില കന്നിൻ്റെ മുകളിൽ നമുക്കൊരു ട്രിക്ക് ഉണ്ട് എന്ന് മാത്രമേ. ആ ട്രിക്കുകൾ എന്തൊക്കെയാണ്? ട്രിക്കുകളൊന്നുമില്ല. നമ്മളെന്തൊക്കെ ഉണ്ടോ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ 13 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാലേ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഓടിയെത്തുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്ന് മാത്രം തന്നെ. ഈ പൂട്ടുകാരൻ ഇത് വന്ന ഒരു വെല്ലുവിളി എന്താണ്? വെല്ലുവിളി ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ പണിയെടുക്കുന്ന മറ്റുള്ള നമ്മളെ എതിരാളികൾ എത്രത്തോണ്ട് നമ്മളെ അടുത്തേക്ക് അടുത്ത് വരുന്നതിനനുസരിച്ച് നമ്മളും അതിനെ ഫോമാക്കാൻ നോക്കും. ഇപ്പോൾ കാളകളെ പൂട്ടിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനതാണ് നഖം. ഒരു പ്രധാനതാണല്ലോ ഇത്. ചെളികളിൽ ഇതാകുമ്പോൾ കാളകളെ സ്പീഡ് നിയന്ത്രിക്കാൻ എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട്? നഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉറപ്പുകളാണ്. തേക്കിൻ്റെ വെള്ളയും കാതലും കൂടിയ സാധനമായിട്ടാണ് നഖങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉറപ്പുകൾ ആണ് അതിൻ്റെ പ്രധാന ഘടകം. അതിപ്പോൾ എന്തുമാരാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉറപ്പ് വേണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന നമുക്കും ധൈര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഏറ്റവും ഒരു അപകടം പിടിച്ച മത്സരം കൂടിയാണ്. കാളകളൊക്കെ വരണ്ടോടാനൊക്കെ സാധ്യത ഉള്ളത്. കാളകളൊക്കെ വരണ്ടോടി വരണ്ടോടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരണ്ടോടൂല. ആയിട്ടുള്ള നിയന്ത്രിക്കാനാണ് അതിൻ്റെ മുകളിൽ ഒരു കയറുണ്ടാവും കാളക്കന്നിന്. ആ കയറിൻ്റെ മുകളിലാണ് അത് ചാടുന്നത്. എന്താ വെച്ചാൽ അത് കൂടുതലും നമ്മൾ ഇറങ്ങിയതിൻ്റെ ശേഷമേ കയറി പോകുമ്പോഴേ ചാടുള്ളൂ.
അല്ലാതെ ഓടിപ്പോണ സമയത്ത് അങ്ങനെ ദുർലഭമുള്ളും കയറി പോവുക. പിന്നെ റൗണ്ട് എത്തിക്കഴിഞ്ഞാൽ ചിലത് കയറും, കയറ് ബാലൻസ് വരുന്ന കയറായിട്ടൊക്കെ പോകുന്നുണ്ടാവും. പക്ഷെ അതൊന്നും അത്ര പരിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന വേഗതയിൽ വരുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഒരു സ്പീഡാണ്. കാരണം ഒരു വണ്ടി ഒരു 90-85 സ്പീഡ് പോണ വേഗതയിലാണ് അതിൻ്റെ വരിക. ആ വരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമ്മൾക്ക് മുട്ടിന് പെയിനായിട്ടും ഇതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ 1-ാം മൂലയിൽ ഫൗൾ, 2-ാം മൂലയിൽ ഫൗൾ എന്നൊക്കെ അത് എങ്ങനെ നമുക്ക് അത് നമ്മളെ ഫൗളാകുന്നത് നമ്മൾ കൂട്ടുകാരനെ മനസ്സിലാക്കാൻ കഴിയും? അതെ, നമ്മൾ സമയത്തിന് പൂട്ടുകയാണ്. സമയത്തിന് പൂട്ടുമ്പോൾ മറ്റുള്ളൊരു ആളുടെ കന്ന് 13-2 വണ്ടിയാണ്, നമ്മൾ 13-1 ആകുമ്പോഴാണ് ഈ സ്പ്രിങ്ങും ബാളിനും ചാരി മറിക്കും. അപ്പം അതിന്മേൽ എന്തെങ്കിലും കാരണവശാൽ കയ്യോ കാലോ തട്ടുമ്പോഴാണ് ഔട്ടാകുന്നത്. ഇപ്പോൾ കാളപൂട്ടിലും പോത്തുപൂട്ടിലും മാൻപാക്ക ഇതാണ് ഏറ്റവും ആവേശമുള്ള പൂട്ട് ഏതാണ്? കാളപൂട്ടാണ്? കാളൂട്ടാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം പോത്തൂട്ടായിരുന്നു, ഇപ്പോൾ കാളൂട്ടിലാണ് ആള് കൂടുതലും ഇതൊക്കെ ഉള്ളത്. പോത്തൂട്ടിലിന് മുന്നുണ്ടായിരുന്നത് എല്ലാവരും കൂർച്ചയും ഇതൊക്കെ ആയിട്ട് പോത്തൂട്ടിലിന് കൂടുതൽ ജനങ്ങളുണ്ടായിരുന്നു. ഇപ്പം നേരെ തിരിച്ച് കാളൂട്ടക്കായി, പോത്തൂട്ടിൽ കന്ന് കുറഞ്ഞു വന്നു. അപ്പോൾ ഈ മറ്റൊരുപാട് പൂട്ടുകാർ മാൻപാക്കാനെ പോലെ തന്നെ മാൻപാക്കാന് മുമ്പും ശേഷവും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ആ പൂട്ടുകാരിൽ നിന്ന് മാൻപാക്കാനെ വ്യത്യസ്തനാക്കുന്ന ഒരു സംഗതി എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? വ്യത്യസ്തനായിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കന്ന് നല്ല കന്ന് നമ്മളെടുത്ത് വരുമ്പോൾ നമ്മളെടുക്കുന്ന പണികളൊക്കെ അതിൽ മികച്ച കന്നുകളായി വരികയാണ്. അപ്പം കന്ന് മണ്ടുമ്പോൾ ഏറ്റവും നല്ല പൂട്ടിക്കാരനായി വരും. ഇപ്പം നമ്മൾ കാളൂട്ടിലാണെന്നുണ്ടെങ്കിൽ അദ്ദുട്ടിയുണ്ട്. അദ്ദുട്ടിയാണ് മുട്ടിപ്പൂട്ടിൽ ഏറ്റവും മികച്ച പൂട്ടിക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദുട്ടിയാണ്. അദ്ദുട്ടിനെ കവർ ചെയ്യാൻ അതിൽ ആള് കുറവ് തന്നെ. ഇതിപ്പോൾ ഇങ്ങനെ ഏകദേശം എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കിയില്ല. ഇതല്ലാതെ വേറെ ഉണ്ടോ? വേറെ ഉണ്ട്. എവിടെയാണ്? ഇതിന് മേലെ നമുക്ക് ഇത് കഴിഞ്ഞത് നമുക്ക് കാണാമല്ലോ. പിന്നെ ഇപ്പോൾ ഈ ഇന്നത്തെ ഇപ്പോൾ 28 വർഷമായി എന്ന് പറഞ്ഞല്ലോ, ആ തുടങ്ങിയ സമയത്തുള്ള പൂട്ടും ഇപ്പോഴത്തെ പൂട്ടും തമ്മിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടോ? മാറ്റങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. കന്നിന് വേഗതകൾ കൂടുതൽ വന്നു എന്ന് മാത്രം. അത്രേ ഉള്ളൂ അല്ലേ? വേറെ അന്ന് 15-20 സെക്കൻഡ് 21 സെക്കൻഡ് കണ്ടത്തില് ആദവനാട് കണ്ടത്തിലൊക്കെ ട്രോഫി എടുത്തിരുന്നത്. അതിലിപ്പോൾ 14-ക്കും 15-ക്കും മണ്ടൻ തുടങ്ങി. ഇതിപ്പോൾ ഒരു കാർഷിക വിനോദം എന്നുള്ളതിനപ്പുറം ഇത് പാരമ്പര്യമായിട്ട് നിലനിർത്താൻ അങ്ങനെ എന്തെങ്കിലും? കാർഷിക വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നല്ലോണം ചാരിറ്റി നമ്മൾ മുതലാളിമാരായിട്ടും ഞങ്ങൾ പണിക്കാരായിട്ടുമൊക്കെ ചാരിറ്റി നല്ലോണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മറ്റേ ഇവിടുത്തെ വീട് പണിക്ക് തന്നെ 2-3 വീടുകൾ കാളൂട്ട് എടുത്തു കൊടുത്തു. പിന്നെ ഇപ്പോൾ ഒരു കിഡ്നീൻ്റെ പിരിവാണെങ്കിൽ എല്ലാ പൂട്ടിങ്ങിലും ഒരു രോഗികൾക്കുള്ളൊരു പിരിവുകൾ എല്ലാ പൂട്ടിങ്ങുണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ പണിക്കാരായാലും എല്ലാ ടീമിലത്തെ പണിക്കാരും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ പുതിയ തലമുറയും ഇതുപോലെ ഈ ഒരു കാളപൂട്ടക്ക് ആവേശമായിട്ട് വരുന്നുണ്ട്. അവരോട് എന്താണ് മാനപ്പാക്കാക്ക് പറയുന്നത്? കാളൂട്ടക്ക് പുതിയ തലമുറ വരുന്നത് പണിക്കാരായാലും മുതലാളിമാർ വരണം എന്നുണ്ടെങ്കിൽ നല്ലോണം കുറച്ച് ആശ്വാസമുള്ളവനക്ക് കാളൂട്ടക്ക് വരാൻ കഴിയുള്ളൂ. അത് വരുന്നതൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ ഇതെന്താ വെച്ചാൽ ആര് വന്നാലും ഞങ്ങളെ പോലത്തെ ആൾക്കാരെ ഒരു അരിപ്രശ്നം കൂടിയാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ. അതിമ കാളപൂട്ടണ ആൾക്കാരല്ലാതെ തന്നെ ഈ കന്നിനെ പിടിച്ചു വരുന്ന ആൾക്കാരായാലും ഒരു വണ്ടി ഡ്രൈവർക്കായാലും എല്ലാവർക്കും ഒരു ഇതാണെന്ന് മാത്രം. മറ്റുള്ള മാതിരത്തൊരു ചെലവുകൾ കൂടുതൽ ഇതിലല്ല. ഒക്കെ ഓരോരുത്തരുടെ അരിപ്രശ്നമായിട്ട് ഇങ്ങനെ പോണാണ്. ഇപ്പോൾ ചായ കച്ചവടക്കാരനായാലും മുറുക്കാൻ കച്ചവടക്കാരൻ, തോർത്തുണ്ട് കച്ചവടക്കാരൻ, തുണിക്കച്ചവടക്കാരൻ, അങ്ങനെ ആ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ പായസമടക്കം തൈല കച്ചവടക്കാരടക്കം വരുന്നുണ്ട്. ഇപ്പോൾ ഈ എന്താണ് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ? നമ്മളെ കുടുംബത്തിൽ നിന്നേ എല്ലാവരും എൻ്റെ പാപ്പായിട്ട് തന്നെ ഈ ഫീൽഡിലുണ്ടായിരുന്നാണ്. പിന്നെ പായിട്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ തന്നെ ഉള്ളു. ഞങ്ങളെ കാളിയത്ത് തറവാട്ടിൽ നിന്ന് ഇനി ഞാൻ തന്നെ ഉള്ളു, വേറെ ആരുമില്ല. മകനോടൊന്നും ഞാൻ ഇതിലേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിലും നല്ല റിസ്ക് ഉള്ളൊരു. എത്ര മക്കളാണ്? എനിക്ക് 5 ആളാണ്. 4 പെണ്ണും 1 ആൺകുട്ടിയാണ്. ഇപ്പോൾ അടുത്തെന്തോ മോളെ ഇതൊരു കോഴ്സൊക്കെ പഠിപ്പിച്ചു? അതെ, ചെറിയ മോൾക്ക്. ഏതായിരുന്നു അത് ഓള്
പിന്നെ 7ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള എൻ്റെ ടീച്ചറായിട്ട് കിട്ടിയതായിരുന്നു. എല്ലാ മക്കളും ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞു. പിന്നെ ഇപ്പം മരുമകളാണ്, അവളിപ്പോൾ പഠിക്കുന്നുണ്ട്. മലപ്പുറം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രമാണോ അതല്ല കേരളത്തിന് ഫുള്ളുണ്ടോ? കേരളത്തിന് പുറത്തൊക്കെ പോയിട്ടുണ്ടോ? കേരളത്തിൻ്റെ പുറത്ത് പോയിട്ടില്ല. കാരണം നമ്മളിവിടെ ഇങ്ങനെ ഇപ്പോൾ കോഴിക്കോട് ജില്ല, പാലക്കാട്, പിന്നെ മലപ്പുറം, പിന്നെ മലപ്പുറം പെട്ടതന്നെക്കാരം ഇപ്പോൾ കൊണ്ടോട്ടി മുതലൂർ ഇതൊക്കെ ഇതിൽപ്പെട്ട തന്നെക്കാരം. അങ്ങനെ വ്യത്യസ്ത ജില്ലകളിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. പിന്നെ ഇപ്പോൾ ഇതിൽ ഏറ്റവും കുറേ മുന്നേ ഒരു ദൂരത്തൊരു പൂട്ട് നടന്നത് വയനാട്. മലബാർ ഏരിയയിൽ ഏകദേശം പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഏകദേശം സ്ഥലങ്ങളിലൊക്കെ തൃശ്ശൂർ മണ്ണുത്തിയിലൊക്കെ പോയിട്ടുണ്ട്. പാലക്കാട് ബോർഡർ അവിടെയൊക്കെ ഒരു കണ്ടുണ്ടാക്കിയിരുന്നു. അവിടെയൊക്കെ പോയിരുന്നു. നമുക്കിന്നത് കണ്ടുണ്ട്. മുഴുവൻ ട്രോഫിയാണ്. കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്നതൊക്കെ പൂട്ടുകാരൻ അത് 1ാം ട്രോഫി എടുക്കുന്ന പൂട്ടുകാരന് കിട്ടണതാണ്. ഇവിടെ കുറച്ചുള്ളൂ. ഞാൻ മുന്നൊരിക്കൽ നിങ്ങൾ വീടിൻ്റെ നനച്ചുകൂടി അറിയുന്ന ഒരു ഭാഗമായിട്ട് ഇത് പഴയ മോഡൽ ട്രോഫിയാണ്. ഏത് കാലത്ത് വെച്ചാൽ തന്നെ അറിയില്ല. ഇപ്പോൾ എന്താണ് നിങ്ങൾ വീടിൻ്റെ നനച്ചുകൂടി അങ്ങനത്തെ ഭാഗമായിട്ട് ഒരു പുറത്തേക്ക് വെച്ചിട്ടൊരു ഇതുണ്ടായിരുന്നു. ഇതൊക്കെ മാൻപാക കിട്ടിയ 1ാം ട്രോഫി കിട്ടിയ സാധനങ്ങളാണല്ലേ? ട്രോഫിയോടെ തന്നെ. അപ്പം ഇത് എടുത്തു വെക്കാൻ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകം ഞാൻ ആലോചിക്കുന്നുണ്ട്. നമ്മളെ കാലം കഴിഞ്ഞാലും ആളുകൾക്ക് ഓർമ്മിക്കാനും കൂടി വേണ്ടിയിട്ടേ പിന്നെ ഒരു ചെറിയ റൂമുമാതിരി പുറത്ത് ഉണ്ടാക്കണം ആഗ്രഹം. നമ്മളെ കാടാമ്പുഴ ഒരു പുതുവള്ളി അലിക്കാക്കാന്റെ വീട്ടില് സക്കീറാക്കാന്റെ പെരയിലൊക്കെ ഓൽക്കിന്റെ വലിയ വലിയ ട്രോഫികളാണ്. അതൊക്കെ അവര് അതേമാതിരി പൂട്ടിൽ ഏറ്റവും നല്ല കന്ന് ഞാനേ പോത്തോട്ടിലാണെന്നുണ്ടെങ്കിൽ ജബലും കോലത്തൊടി എന്ന് പറഞ്ഞൊരു പോത്തുണ്ടായിരുന്നു. അത് ഒരുപാട് കാലം 1ാം ട്രോഫി എടുത്ത കന്ന് 2 ചില്ല വർഷം ആ ഒറ്റ ജോഡി കന്നിന്റെ മുകളിൽ 1ാം കപ്പ് എടുത്തി. പോത്തോള്ള കാളക്കന്നിന് വ്യത്യസ്തമായിട്ട് എന്താ വെച്ചാലേ ഒരുപാട് കന്നുകൾ വ്യത്യാസം മാറ്റം വന്നിട്ടാണ് ട്രോഫികൾ എടുക്കുക. കാളകളിൽ ഏറ്റവും നല്ല കന്നേരിക്കാരോ? കാളകളിൽ ചിറ്റങ്കാടന്മാരെ അടുത്തുണ്ടായിരുന്നു ഒരു ജോഡി കന്ന് നല്ല കന്നിരുന്ന്. പിന്നെ KV സക്കീറാക്കാന്റെ അടുത്തുണ്ടായിരുന്നു. MC നിസാറാക്കാന്റെ അടുത്ത്, മോന്റെ അടുത്ത്, ചീക്കോട്ടയുടെ അടുത്തൊക്കെ നല്ല കന്നുകൾ ഉണ്ട്. അതൊക്കെ ഓരോ കണ്ടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ട്. നമുക്ക് പോത്തുങ്കന്നിൽ ഇപ്പോൾ കൂടുതൽ ട്രോഫി എടുത്ത് കൊപ്പത്തെ കന്ന്. പിന്നെ അലിക്കാക്കാന്റെ കന്ന് കൊടുത്തിന് ഒരു സീസണിൽ ഇങ്ങനെ. അത് കഴിഞ്ഞ് കൊപ്പത്തെ കന്ന് മണ്ടൽ തുടങ്ങിയേക്കാണ് ഇപ്പൊ തുടർച്ചയായിട്ട് ഒരുപാട് കണ്ടം. ഞാന് നമ്മളടുത്ത് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ഉണ്ട്. അത് ആട്ടണതല്ല. ആദ്യം 2 ഉണ്ടായിരുന്നു. അതിൽ ഒരു പോത്തുകുട്ടിയാണ് ഞാൻ പട്ടാണി ആമൂട്ടിയൊക്കെ കൊടുത്തു. ഇത് ഈ പോത്തിന് ഇതൊക്കെ ഫസ്റ്റ് കിട്ടിയ കന്നുകൾക്കൊക്കെ ചിലർ മോഹവില കൊടുത്ത് വാങ്ങണം. അതുണ്ടാവും. അതിപ്പോ എന്ന് വെച്ചാൽ ഇപ്പോ കാളകന്നാണെങ്കിലും പോത്തുങ്കന്നാണെങ്കിലും അപ്പത്തെ ആ ഒരു ഇതിൽ മേടിക്കണം. 35 ലക്ഷമായിട്ടും 40ആയിട്ടും ഒക്കെ മേടിക്കും. അത് അത്രയും കാശുള്ളവന് അപ്പത്തെ ആ ഒരു ആവേശത്തിൽ കൊള്ളണാണ്. ഇപ്പൊ മോങ്കാക്ക എടുത്തു 38നോ 40ന്റെ അടുത്ത് വരെ ാണ് മേടിച്ചത്. ആ ഒരു സ്വിഫ്റ്റുകാരന്റെ പൂട്ടിന് കന്നു. ഒരു കളം പൂട്ട് കണ്ടം നന്നാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ടൈം എടുക്കണം? അത് നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ കണ്ടം ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ ഇതിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ കരൈകട കണ്ടുണ്ടാക്കാനൊക്കെ എൻ്റെ ഇളയച്ചൻ ഗഫൂറിന് വലിയൊരു സംഖ്യ പൈസ ചിലവായി. ഇപ്പോ അതില് കണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ പണിയൊന്നും. ചെറിയ ചെറിയ കുണ്ടും കുഴികളും വരുമ്പോൾ അയിമ എൻസാൻ്റെ മണലോട്ടിട്ട് ശരിയാക്കി എടുക്കുന്നു. അപ്പോൾ ആ കണ്ടം പിന്നെ കൃഷിക്ക് ഉപയോഗിക്കൂല. ഈ എൻസാൻ്റെ ഇട്ടുകൊണ്ടാണ് കൃഷിക്ക് ഉപയോഗിക്കാത്തത്. പിന്നെ കാളകൂട്ടിനായിട്ട് തന്നെ ഒഴിച്ചിടേണ്ടി വരുമല്ലോ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ചുറ്റുവട്ടത്തിൽ പോയാൽ ഏറ്റവും നല്ല കണ്ടം
അങ്ങനെ എന്തെങ്കിലും? ഇവിടെ ഇപ്പോൾ ഏറ്റവും നല്ല കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുപുറത്ത് വെച്ച് കരേക്കാട് ഇപ്പം ഈ കണ്ടത്തിന് ഇപ്പം മോങ്കാക്കാൻ്റെ അടുത്താണ് ആ കണ്ടം. ആ കണ്ടം കഴിച്ചിട്ടുള്ളൂ ഇവിടെ വേറുള്ള കണ്ടം. നല്ല ഫിനിഷിംഗ് ആണ് കണ്ടത്തിൻ്റെ. എപ്പോഴും അത് എന്തെങ്കിലും അതിന് കേടുണ്ടെന്നുണ്ടെങ്കിൽ മോങ്കാക്ക എളുപ്പം കേട് തീർക്കുകയും ചെയ്യും. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചൊക്കെ പറഞ്ഞല്ലോ പരിക്കുകളാണ് ഒരു വെല്ലുവിളി. പരിക്ക് അങ്ങനെ റിക്കവർ ചെയ്യാൻ പിന്നെ അതിന് റിക്കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കും? അത് നമ്മളെ പരിക്കനുസരിച്ച് ഇപ്പം ഞാൻ എൻ്റെ മുട്ട് സർജറി കഴിഞ്ഞിട്ട് 9-10 മാസത്തോളം അതിൻ്റെ റെസ്റ്റിൽ തന്നെ അത് നമ്മളെ പരിക്കിനനുസരിച്ചിട്ട് ഇരിക്കും. പിന്നെ അത് ആ പരിക്ക് കഴിഞ്ഞ് അടുത്ത പൂട്ടിന് പോകുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും എഫക്റ്റുകൾ ഇല്ല. അത് നമ്മൾ പിന്നെ അതിനെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി ആയിട്ടും എക്സസൈസ് ചെയ്തിട്ടും നമ്മളതിനെ നല്ലോണം നമ്മളെ മനസ്സിന് ധൈര്യം വരുമല്ലോ. ഇപ്പോൾ ഒരു പന്തളിയാണെങ്കിലും കളിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിന്നെ ചെറിയൊരു ഭയപ്പാട് നമ്മളെ മനസ്സിലുണ്ടാകും. പിന്നെ ഇന്നത്തെ തലമുറ ബോഡി ഷേപ്പ് ചെയ്യാൻ വേണ്ടി ജിമ്മിന് പോകുന്നതാണ്. ഞങ്ങളെ ബോഡി ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ആളുകൾക്ക്? നിങ്ങൾ ജിമ്മിൽ പോയില്ല, ജിമ്മിൽ പോയ ആളുകളെക്കാൾ കൂടുതൽ സെറ്റപ്പ് നിലനിൽക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പ്രയാസം ഉണ്ടാവും? പ്രയാസമൊന്നുമില്ല. ഞാൻ പോയിക്കണത് ആകെ ഞാനിപ്പോൾ ഈ കാല് കിടന്നിട്ട് മാത്രമാണ് 8 മാസം ജിമ്മിന് പോയിട്ട് ഇതടിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മൾ ഈ മസിലിന് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അതിന് മുന്നേ ആ ഒരു സംഭവത്തിന് ഇതുവരെയും പോയിട്ടില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ തന്നെ മേടിച്ചു വെക്കലുണ്ട്. ഡബ്രൈറ്റും വെയിറ്റ് ഇട്ടിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ പരിക്ക് പറ്റിയതിന് ദിവസം ഇവിടെ കൊടുന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്യണം. നമുക്ക് വന്ന് കാണിച്ചിട്ടൂടെ? അതാണ് നമ്മൾ ജിമ്മിന് പോയാലടക്കം അങ്ങനെ ഇത് കിട്ടൂല. അത്രയും സെറ്റപ്പിലാണ് നമ്മൾ മാൻപാക്കാൻ്റെ ബോഡി ഉള്ളത്. ഇതെന്നും നിലനിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മാനപ്പാക്കാൻ്റെ കാളപ്പൂട്ടുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് പിന്നെ കാണാം.